സോ ഇതുപോലത്തെ ഇയർബഡ്സുകൾ നമ്മൾ കുറെ അധികം ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഇയർബഡ്സിന്റെ ഒക്കെ ഏക പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കോമ്പാക്ട് ഡിസൈൻ അല്ല, അതല്ലെങ്കിൽ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന മൊസുവിന്റെ ഈ ഒരു കിഡിലൻ TWS വളരെ അൾട്രാ കോമ്പാക്ട് ഡിസൈനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന മൊസു എന്ന ബ്രാൻഡിന്റെ Flexibuds X എന്ന വളരെ കോമ്പാക്ട് ഡിസൈനിലുള്ള TWS ആണ്. സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പൊ തന്നെ മസ്റ്റ് ബി ലൈക്ക് ചെയ്തേക്കുക. സോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യുവാണെങ്കിൽ ഇത്തരം ഒരു ബോക്സിലാണ് നമ്മുടെ TWS പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ട് ഈ ഒരു ബോക്സിനകത്ത് നമ്മുടെ ഇയർബഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ആയിട്ട് യൂസർ മാനുവൽ കാർഡ്. ഈ ഒരു ബോക്സിനകത്ത് തന്നെ മറ്റൊരു ബോക്സിനകത്ത് എക്സ്ട്രാ ഇയർ ടിപ്പ്, അതുപോലെ റെഡ് കേബിളും അതായത് ചാർജിംഗ് കേബിളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദെൻ ഇതാണ് നമ്മുടെ TWSന്റെ ഫസ്റ്റ് ലുക്ക് ആൻഡ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള അതായത് അൾട്രാ കോമ്പാക്ട് ഡിസൈനിലാണ് നമ്മുടെ TWS പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ വളരെ മികച്ചതായിട്ടുള്ള ഒരു ഡിസൈനിലാണ്, അതായത് മാറ്റ് ഫിനിഷിലാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് ആയാലും ഫിംഗർ പ്രിന്റ് സ്മച്ചസും വരാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. അതുപോലെ നമുക്ക് ഈസി ടു ക്യാരിങ്ങിന് വേണ്ടി ഒരു ഹാങ്ങർ അല്ലെങ്കിൽ ഒരു ടൈ പോലെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഏകദേശം ഒരു 999 രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഹിഞ്ചൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ലൂസ് ആയിട്ടുള്ള ഹിഞ്ചാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ബിൽഡ് ക്വാളിറ്റി ഒരു ആവറേജ് ബിൽഡ് ക്വാളിറ്റി മാത്രമാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം TWS ആണ്. സോ ഇത്തരം ഒരു ഡിസൈനിലാണ് നമ്മുടെ TWS പ്രൊവൈഡ് ചെയ്യുന്നത്. കേസിന്റെ ആ ഒരു കളറിൽ തന്നെയാണ് നമ്മുടെ TWSും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ അത്യാവശ്യം നല്ലപോലെ സ്ലിം ആയിട്ടുള്ള ഡിസൈനിലാണ്, അതുപോലെ നല്ല അൾട്രാ കോമ്പാക്ട് ഡിസൈനിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ടാണ് ഈ ഒരു TWSന്റെ സൗണ്ട് ക്വാളിറ്റി. 6mm ഡ്രൈവേഴ്സ് ആണ് ഈ TWSനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ആവറേജ് ലെവലിലോട്ടുള്ള സൗണ്ട് ക്വാളിറ്റി മാത്രമാണ് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ബേസ് നോക്കിയിട്ടാണ് ഈ TWS നോക്കുന്നതെങ്കിൽ ലോ ബേസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ വോക്കൽ ക്ലാരിറ്റി ആയാലും അതുപോലെ തന്നെ അത്യാവശ്യം ഇൻസ്ട്രുമെന്റൽ സെപ്പറേഷൻ ഒക്കെ അത്യാവശ്യം നല്ലപോലെയാണ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു കാറ്റഗറി ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല, എങ്കിലും ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഗെയിമിംഗ് കാറ്റഗറിയാണ്. ഈ ഒരു TWS നമുക്ക് ഒരിക്കലും ഗെയിമിംഗ് TWS ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഹൈ എൻഡ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട് TWS ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അതല്ലാതെ ചെറിയ ചെറിയ ഗെയിംസിനൊക്കെ ഈ ഒരു ഇയർബഡ്സ് അത്യാവശ്യം ഓക്കെയാണ്. സോ നെക്സ്റ്റ് ഭാഗമാണ് ഈ ഒരു TWSനകത്ത് നമുക്ക് ടച്ച് കൺട്രോൾ പാനൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പറയാതിരിക്കാൻ വയ്യ, അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ടച്ച് കൺട്രോൾ പാനൽസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാനൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലേ അല്ലെങ്കിൽ പോസ് കോൾസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് നമുക്ക് ടച്ച് കൺട്രോൾസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ആണ് മൈക്രോഫോൺ ക്വാളിറ്റി, അല്ലെങ്കിൽ കോൾ ചെയ്യാൻ വേണ്ടി ഒരു TWS അടിപൊളിയാണോ? ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു TWSനകത്ത് കൊടുത്തിരിക്കുന്ന മൈക്ക് അത്യാവശ്യം നോർമൽ പെർഫോമൻസ് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓരോ ഇയർബഡ്സിനകത്തും സിംഗിൾ മൈക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോൾ ക്വാളിറ്റി പറയുമെങ്കിൽ അത്യാവശ്യം ആവറേജ് പെർഫോമൻസ് മാത്രമാണ് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ TWS വാങ്ങിക്കുവാണെങ്കിൽ അത്യാവശ്യം നോയ്സി ഒക്കെ നമുക്ക് ഈ ഒരു TWS യൂസ് ചെയ്യുവാണെങ്കിൽ കോൾസിനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ TWSനകത്ത് ബ്ലൂടൂത്തിന്റെ 5.3 വെർഷൻ ആണ്. അതും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി ആണ് വന്നിട്ടുള്ളത്. അതുപോലെ IPX4 റേറ്റിംഗ് മാത്രമാണ് ഈ TWSനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാറ്ററി ബാക്കപ്പ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു TWS നമ്മൾ കേസിനകത്തിട്ട് സിംഗിൾ ചാർജിലൂടെ അപ് ടു 4 hours യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല കേസ് ഫുൾ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അപ് ടു 15 hours പ്ലേ ബാക്ക് ടൈം ഈ ഒരു ബാറ്ററി ബാക്കപ്പ് ഇന്ന് ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് പോയിന്റ് അതായത് 1000 rupees ഈ ഒരു പ്രൊഡക്റ്റ് വെർത്തിയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത്രയ്ക്ക് വെർത്തിയല്ല. ഈ ഒരു പ്രൊഡക്റ്റ് ഒരു 400 രൂപ അല്ലെങ്കിൽ ഒരു 600 രൂപ ബഡ്ജറ്റിലൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നോർമൽ പെർഫോമൻസ് ആണ് സൗണ്ട് ക്വാളിറ്റി എന്ന് വരുന്നത്. അതുപോലെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ലഭിക്കുന്ന നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒന്നും അല്ല ഇതിൽ നിന്ന് ലഭിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിലും മിച്ച ടെക് വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.